റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള വെജ് കൊലാപ്പൂരി നമുക്ക് ചപ്പാത്തി നാൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെജ് കൊലാപ്പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പം വെജ് കൊലാപ്പൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബട്ടർ കൂടെ ചേർക്കാം, അല്ലെങ്കിൽ ഗീ ചേർക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് വെജ് കൊലാപ്പൂരി. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് ഇടാനായിട്ടുണ്ട്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 ഏലക്ക, ഒരു 3-4 കുരുമുളക്, ചെറിയ കഷ്ണം പട്ട, ബ്ലാക്ക് കാർഡമം ഒരെണ്ണം, 2 ഗ്രാമ്പു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, ഹോൾ മല്ലിയായിട്ടിടാം. ഒരു ബേലീഫ്, 5 കാശ്മീരി ചില്ലി. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റുക. അപ്പോൾ സ്പൈസസ് മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി സവോള ചേർക്കാം. ഒരു ചെറിയ സവോളയുടെ ഒരു 1/2 ഭാഗമേ ഉള്ളൂ. കൂടാതെ 2 വലിയ ടൊമാറ്റോയും കൂടെ ചേർക്കാം. ഇതിനൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട്, തിരുമിയ തേങ്ങ ഒരു 4 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. അപ്പോൾ ഈ കൊലാപ്പൂരി വെജ് കറിയുടെ മസാല ഇതാണ്. ഞാൻ നമ്മൾ ഇട്ടേക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് കൂടെ ഇടാം. കറിക്കൊരു കൊഴുപ്പും ഒരു ഫ്ലേവറും ഒരു റിച്ച്നെസ്സും ഒക്കെ കൊടുക്കാനായിട്ടാണ് കാഷ്യൂ നട്ട് ഇടുന്നത്. ഏകദേശം 4 മിനിറ്റോളം ഞാൻ ഒന്ന് വഴറ്റുകയായിരുന്നു ഇത്. ഇതിനകത്ത് നോക്കിയാൽ ടൊമാറ്റോ ഒക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് അല്ല, എന്നാലും ഒന്ന് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഈ സമയത്ത് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം നമ്മളിത് അരച്ചെടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. വേറെ ഒരു പാത്രം വെക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കും. അതിനകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നതാണ് വെജ് കൊലാപ്പൂരി. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതേപോലെ സ്ലൈസ് ചെയ്തേക്കുന്നതാണ്. 5 ബീൻസ് സ്ലൈസ് ചെയ്തത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം എണ്ണ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ചെറിയ ഉപ്പും ഇട്ട് ചെറുതായിട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം എടുക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് 1.25 കപ്പ് കോളിഫ്ലവർ, ഏകദേശം 150 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന കോളിഫ്ലവർ ആണ്. കൂടാതെ മഷ്റൂംസ് വേണമെങ്കിൽ മഷ്റൂംസ് ചേർക്കാം, ബേബി കോൺ വേണമെങ്കിൽ ചേർക്കാം, സ്വീറ്റ് കോൺ ചേർക്കാം. അങ്ങനെ നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് എന്തൊക്കെയുള്ളത് ചേർത്തൊക്കെ ആഡ് ചെയ്യാം. ഇത് റെഡിയായി കഴിയുമ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസ്, ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് തിളച്ച വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. അതും ഇതിനകത്തേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കും. ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം പാനിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് റഫായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്, വലിയ വലിയ കഷ്ണങ്ങളായിട്ട്. അതിനകത്തേക്ക് ഇടാം. കൂടാതെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം വലുതായിട്ട് സ്ലൈസ് ചെയ്തേക്കുന്നതാണ്. ക്യാപ്സിക്കവും അണിയൻസും ഹൈ ഫ്ലെയിമിൽ തന്നെ ഏകദേശം 1 മിനിറ്റ് കുക്ക് ചെയ്തതേ ഉള്ളൂ. അത് കൂടെ ഇടാം. അടുത്തായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ മസാല ഇതിപ്പോൾ കൂളായിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം.
അപ്പോൾ ഈ വലിയ ഹോളായിട്ടുള്ള സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ മാറ്റാം. ബേലീഫും ബ്ലാക്ക് കാർഡമം മാത്രം ഞാൻ മാറ്റുകയാണ്. ബാക്കിയെല്ലാം കൂടെ അരയ്ക്കും. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചു. ഇനി നമുക്ക് ആ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഈ സെയിം സ്കില്ലറ്റിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യോ ബട്ടറോ ചേർക്കാം. ചൂടായ നെയ്യിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള പൊടിയായിട്ട് അരിഞ്ഞതോടെ ചേർക്കാം. ഒരു ചെറിയ പച്ചമുളക്, ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തത് കൂടെ ചേർക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതിയാവും. കരിയാതെ നല്ലൊരു മണം വരണം. നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു മണം, മൂത്തൊരു മണം വരണം. അതുവരെ വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഈ അരച്ച പേസ്റ്റിനകത്തേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ബാക്കി മസാലയും കൂടെ എടുക്കുക. അടുത്തായിട്ട് ഈ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം അതിലാണ് ഈ കറിയുടെ ടേസ്റ്റ്. നമുക്ക് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 4-5 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇതിനകത്തേക്ക് ഞാൻ 2 വറ്റൽമുളക് കൂടി ഇടാം. ഒന്നുകിൽ ഇത് ആദ്യം തന്നെ ഇടാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുക. നമ്മൾ എണ്ണയിലേക്ക് ജീരകം ഇടുമ്പോൾ തന്നെ വേണം അതിനൊപ്പം തന്നെ 2 മുളക് ഇടാം. കറിക്കകത്ത് അങ്ങനെ ഹോളായിട്ട് കിടക്കാനായിട്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇട്ടേക്കുന്ന ഈ പച്ചക്കറികളെല്ലാം ഒരു 1/4 വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കിടന്ന ബാക്കി വേവും കൂടെ ആവണം. കുറച്ച് നേരം അടച്ചു വെക്കാം, ബാക്കി വേവ് കൂടെ ആവാനായിട്ട്. കുറച്ച് നേരം അടച്ചു വെച്ചേക്കായിരുന്നു. വെജിറ്റബിൾസ് എല്ലാം കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് പനീർ ഇടാം. പനീർ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 100 ഗ്രാം പനീറാണ്. ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊരു ഞാൻ തയ്യാറാക്കാം. പനീർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം കുക്കിംഗ് ആവശ്യമില്ല. ഒരുപാട് നേരം കുക്ക് ചെയ്താൽ ഭയങ്കര റബ്ബർ പോലെ ആവും. കുറച്ച് വെള്ളം കൂടെ, എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ചേർക്കാം. വെജിറ്റബിൾ കൊളാപ്പൂരി നമ്മൾ ഒത്തിരി ഗ്രേവി ആയിട്ടല്ല എടുക്കുന്നത്. ഒരു പെർലൻ സ്റ്റൈലാണ്, സെമി ഗ്രേവി സ്റ്റൈലാണ് എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇടാം. മല്ലിയില നന്നായിട്ട് ഇടുക. ഉപ്പ് നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്.
പനീർ ഇട്ട് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ മാക്സിമം കുക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഷുഗറും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര. വെജ് കൊലാപ്പൂരി റെഡിയാണ്. നമുക്കിതിന് സെർവിങ് ബോളിലേക്ക് മാറ്റാം. വെജ് കൊലാപ്പൂരി നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുമ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് വെജ് കൊലാപ്പൂരി കിട്ടാറ്. അത്രയും എരിവ് വേണ്ട എങ്കിലും നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് ചപ്പാത്തി, നാൻ, റോട്ടി, ബട്ടൂരനോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.